2012 മുതൽ ഞാൻ സജീവമായിട്ട് രാഷ്ട്രീയ രംഗത്തുണ്ട്. എൻ്റെ ജീവിതം, അതിനുശേഷവും അതിനു മുമ്പുള്ള ജീവിതം നിങ്ങളുടെ മുമ്പിലുണ്ട്. നിങ്ങൾ പരിശോധിച്ചു നോക്കൂ. ഞാൻ ഈ നാട്ടിലുള്ള ആളുകളോടൊപ്പം പ്രവർത്തിക്കാൻ വേണ്ടി, അവരുടെ ഉന്നമനത്തിന് പ്രവർത്തിക്കാൻ വേണ്ടി വന്നിട്ടുള്ള ആളാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ ഇങ്ങോട്ട് പറഞ്ഞയച്ചത് UDFന്റെ മുന്നണിയാണ്. അവരുടെ നോമിനിയാണ് ഞാൻ. ഈ നാട്ടിലെ ആളുകൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ അവരുടെ നോമിനിയായിട്ട് തെരഞ്ഞെടുക്കപ്പെടാൻ വേണ്ടിയിട്ടാണ് ഈ മണ്ഡലത്തിലേക്ക് വന്നിട്ടുള്ളത്. ഞാൻ വെല്ലുവിളിക്കുകയാണ്, ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തിയിട്ടുള്ള MLA അതേ പ്രസ്താവനയിൽ തുടരാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഞാൻ അദ്ദേഹത്തെ വെല്ലുവിളിക്കുന്നു. ഏത് സ്ഥലത്താണെങ്കിലും അദ്ദേഹം പറയുന്ന സ്ഥലത്ത് ഞാൻ എത്തിക്കൊണ്ട് അത് അദ്ദേഹം തെളിയിക്കുകയാണെങ്കിൽ ഇപ്പൊ നൽകുന്ന, ഞാൻ നാമനിർദ്ദേശം നൽകാൻ പോവുകയാണ്, അത് ഞാൻ പിൻവലിക്കാൻ തയ്യാറാണ് എന്ന് ഞാൻ പ്രസ്താവിക്കുകയാണ്. ഞാൻ ഇവിടെ ആളുകളോടാണ് സംസാരിക്കുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇറസ്പെക്റ്റീവ് ഓഫ് ആര്, എന്ത് മത ജാതി വ്യത്യാസമില്ലാതെ എല്ലാ മനുഷ്യരെയും കൂട്ടിപ്പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇന്ത്യയുടെ ഭരണഘടനയിൽ 100% വിശ്വാസം പുലർത്തുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള പ്രസ്താവനകളോട്, അദ്ദേഹം നടത്തുന്ന ഇത്രയും ഈ രൂപത്തിലുള്ള ആരോപണങ്ങളോടൊന്നും മറുപടി പറയുന്നത് പോലും ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ ഇത്രയും കാലം പഠിച്ചതും വളർന്നതും പ്രവർത്തിച്ചതും ഒക്കെ കൃത്യമായിട്ട് UDF സംവിധാനത്തിലൂടെയാണ്. ആ രൂപത്തിലാണ് എന്റെ രാഷ്ട്രീയ പ്രവർത്തനം പോലും നടത്തിയിട്ടുള്ളത്. നിങ്ങൾ ഈ പറഞ്ഞ ആരോപണം ഉന്നയിച്ചിട്ടുള്ള MLA പഠിച്ച വിദ്യാഭ്യാസ സ്ഥാപനവും അദ്ദേഹത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് പരിശോധിച്ച് നോക്കിയാൽ ഇദ്ദേഹം തന്നെ ഈ രൂപത്തിലുള്ള പ്രസ്താവന എന്തിനാണ് നടത്തുന്നത് എന്നുള്ള ഒരു കോൺട്രഡിക്ടറി ഫീലിംഗ് നിങ്ങൾക്ക് ലഭിക്കും. ഞാൻ അദ്ദേഹത്തിന് അത്തരത്തിലുള്ള ഒരു ആരോപണം പോലും ഉന്നയിക്കുന്നില്ല. അദ്ദേഹമാണല്ലോ ആരോപണം ഉന്നയിച്ചത്. ആരോപണം ഉന്നയിച്ച ആൾക്ക് ബർഡൻ ഓഫ് പ്രൂഫ് ഉണ്ട്. അദ്ദേഹം തെളിയിക്കട്ടെ. അദ്ദേഹം അത് ജനങ്ങളുടെ മുമ്പിൽ, ഞാൻ അത്തരത്തിലുള്ള വ്യക്തിയാണെങ്കിൽ അദ്ദേഹം തെളിയിക്കട്ടെ.